സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ SSCRT പാഠഭാഗങ്ങളിൽ നിന്നും അതുപോലെ PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും സെലക്ട് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സെക്കുലാർ എന്ന പദം ഭരണഘടനയിൽ ഏത് ഭേദഗതിയിലൂടെ ചേർക്കപ്പെട്ടു? സെക്കുലാർ എന്ന പദം ഭരണഘടനയിൽ ഏത് ഭേദഗതിയിലൂടെയാണ് ചേർക്കപ്പെട്ടത്? 42ാം ഭേദഗതിയിലൂടെയാണ്. 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് സെക്കുലാർ എന്ന പദം ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. വിദ്യാഭ്യാസ അവകാശം ഇന്ത്യയിൽ അടിസ്ഥാന അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷമേതാണ്? വിദ്യാഭ്യാസ അവകാശം ഇന്ത്യയിൽ അടിസ്ഥാന അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2002 ആണ്. 2002. ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 26 ജനുവരി 1950. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ചോദ്യം, ഭാരതത്തിന്റെ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാരതത്തിന്റെ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. നിലവിലെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഏത് നിയമം ഇന്ത്യയിൽ ഭരണഘടനയായിട്ട് ഉപയോഗിച്ചു? നിലവിലെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏത് നിയമമാണ് ഭരണഘടന പോലെ കൺസിഡർ ചെയ്തിരുന്നത്? ഏതാണ്? ഇന്ത്യൻ സർക്കാർ നിയമം 1935 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പോക്സോ നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പോക്സോ നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. കേരളത്തിൽ പോക്സോ നിയമത്തിലെ കേസുകൾ നിരീക്ഷിക്കുന്നതിന് ഉത്തരവാദി ആര്? കേരളത്തിൽ പോക്സോ നിയമത്തിലെ കേസുകൾ നിരീക്ഷിക്കുന്നത് ആരാണ്? പോക്സോ മോണിറ്ററിംഗ് സെല്ലാണ്. പോക്സോ മോണിറ്ററിംഗ് സെൽ. പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔപചാരികമായി നടപ്പിലാക്കിയ വർഷമേതാണ്? പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔപചാരികമായിട്ട് നടപ്പിലാക്കിയ വർഷം 1992 ആണ്. 1992. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയല്ലാത്തത്? തന്നിരിക്കുന്നു: ഏക പൗരത്വം, നിയമത്തിന്റെ ആധിപത്യം, മൊണാർക്കി, അടിസ്ഥാന അവകാശങ്ങൾ. ഓപ്ഷൻ സി ആണ് മൊണാർക്കി. 44ാം ഭേദഗതിയിലൂടെ എടുത്തു കളയപ്പെട്ട ഭരണഘടനാ അവകാശം ഏതാണ്? 44ാം ഭേദഗതിയിലൂടെ എടുത്തു കളയപ്പെട്ടത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ആദ്യം മൗലിക അവകാശങ്ങളിൽ വരുന്നതായിരുന്നു. ഇപ്പോൾ സ്വത്തവകാശം നിയമാവകാശമാണ്. ജനസംഖ്യാശാസ്ത്രം എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ജനസംഖ്യാശാസ്ത്രം എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ഗ്രീക്ക്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണമാകുന്ന ഘടകം എഴുതുക. തന്നിരിക്കുന്നത് സാമ്പത്തിക വളർച്ച, ജനസാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം, ഉന്നത വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഉന്നത വിദ്യാഭ്യാസം. ശിശുലിംഗ അനുപാതവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ളവയിൽ യോജിച്ചത് തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 16 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായിട്ട് എത്ര പെൺകുട്ടികൾ എന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വയസ്സ് വരെയാണ്?
70 വയസ്സ് വരെയാണ്. 70 വയസ്സ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മേഖല ഏതാണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കൃഷിയാണ്, കാർഷിക മേഖലയാണ്. ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ്. ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ്. അടുത്ത ചോദ്യം, കേരള നിയമസഭ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള നിയമസഭ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ജനങ്ങൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രൂപം ഏതാണ്? ജനങ്ങൾക്കായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രൂപമാണ് പ്രതിനിധി ജനാധിപത്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രതിനിധി ജനാധിപത്യം. 1989 വരെ ഇന്ത്യയിൽ കുറഞ്ഞത് എത്ര പ്രായമുള്ളവർക്ക് വോട്ട് ചെയ്യുവാൻ കഴിയും? 1989 വരെ 21 വയസ്സ് കഴിഞ്ഞവർക്കാണ് വോട്ട് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നത്. 21 വയസ്സ്. ഇപ്പോൾ എത്രയാണ്? നിലവിൽ 18 വയസ്സാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ്. ഇന്ത്യയിലെ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സ്ഥാപനം ഏതാണ്? സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സ്ഥാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്തത്, തീരമൈത്രി പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തീരമൈത്രി പദ്ധതിയുടെ ലക്ഷ്യം മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ സംരംഭകർ ആക്കുക എന്നതാണ് തീരമൈത്രി എന്ന പദ്ധതിയുടെ ലക്ഷ്യം. മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ സംരംഭകർ ആക്കുക. ട്രൈബൽ സമൂഹത്തിലെ ഗർഭിണി സ്ത്രീകൾക്ക് പോഷണം നൽകുന്ന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ജനനി ജന്മരക്ഷ. പദ്ധതിയുടെ പേര് ജനനി ജന്മരക്ഷ. വിദ്യാവാഹിനി പദ്ധതിയുടെ ഉദ്ദേശം. വിദ്യാവാഹിനി പദ്ധതിയുടെ ഉദ്ദേശം ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഗതാഗതം ഉറപ്പാക്കുക എന്നതാണ് വിദ്യാവാഹിനി പദ്ധതിയുടെ ഉദ്ദേശം. പ്രതിഭാ തീരം പദ്ധതി എന്താണ്? പ്രതിഭാ തീരം എന്ന പദ്ധതി തീരദേശ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുള്ളതാണ്. തീരദേശ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ടുള്ള പദ്ധതിയാണ് പ്രതിഭാ തീരം പദ്ധതി. 2000 വിവര സാങ്കേതിക നിയമത്തിന്റെ ഉദ്ദേശം എന്താണ്? 2000 വിവര സാങ്കേതിക നിയമത്തിന്റെ ഉദ്ദേശം ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നും സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുക എന്നതാണ്. ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നും സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുക. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ ഏത് പ്രായ വിഭാഗമാണ് ഉൾപ്പെടുന്നത്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ വരുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ളവരാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ വരുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ഏത് നിയമമാണ് നടപ്പിലാക്കിയത്? പോക്സോ നിയമം 2012 ആണ്. പോക്സോ നിയമം 2012. നിയമവാഴ്ച എന്താണ് ഉറപ്പാക്കുന്നത്? നിയമവാഴ്ച നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നാണ് നിയമവാഴ്ച ഉറപ്പാക്കുന്നത്. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി GST നടപ്പിലാക്കിയ വർഷം 2017 ജൂലൈ 1 ആണ്. 2017 ജൂലൈ 1.
ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പേര്? ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ. ഓപ്ഷൻ സി സിദ്ധാർത്ഥൻ. വർദ്ധമാന മഹാവീരൻ ജനിച്ച സ്ഥലം? വർദ്ധമാന മഹാവീരൻ ജനിച്ചത് കുന്തല ഗ്രാമമാണ്. കുന്തല ഗ്രാമം. അർത്ഥശാസ്ത്രം എഴുതിയതാര്? അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യൻ. ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് പാലി ഭാഷയാണ്. പാലി ഭാഷ. ഗൗതമ ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനിയാണ്. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബുദ്ധഗയ. ഓപ്ഷൻ ഡി ബുദ്ധഗയ. ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബുദ്ധഗയ. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നത് ആര്? അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നത് ലീഗൽ മെട്രോളജി വകുപ്പാണ്. ലീഗൽ മെട്രോളജി വകുപ്പ്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന പ്രവർത്തന തത്വം ഏത് ബാങ്കിൻ്റേതാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന പ്രവർത്തന തത്വം ഏത് ബാങ്കിൻ്റേതാണ്? സഹകരണ ബാങ്കിൻ്റേതാണ്. സഹകരണ ബാങ്ക്. ഇവിടെ തന്നിരിക്കുന്നവയിൽ കുടുംബശ്രീ ഏത് വിഭാഗത്തിൽ പെടുന്നു? കുടുംബശ്രീ മൈക്രോ ഫിനാൻസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മൈക്രോ ഫിനാൻസ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ സഹകരണ ബാങ്കുകളുടെ ഉദ്ദേശങ്ങളിൽ പെടാത്തത് ഏത്? ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, വ്യവസായങ്ങളുടെ നവീകരണത്തിന് ദീർഘകാല വായ്പ കൊടുക്കുക, സമ്പാദ്യശീലം വളർത്തുക. സഹകരണ ബാങ്കുകളുടെ ഉദ്ദേശങ്ങളിൽ പെടാത്തത് വ്യവസായങ്ങളുടെ നവീകരണത്തിന് ദീർഘകാല വായ്പ കൊടുക്കുക എന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖ. ബജറ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. കോട്ടണോപോളിസ് മുംബൈയാണ്. മുംബൈ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം എന്തിനാൽ പ്രസിദ്ധമാണ്? പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം ചണം കൃഷിയാണ്. ചണം കൃഷി. ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശം. ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശം ഉത്തര മഹാസമതലമാണ്. ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഈ പ്രദേശം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം,
താഴെ പറയുന്ന വസ്തുതകളിൽ ശരി ആയത് കണ്ടെത്തുക. വസ്തുതകൾ വായിക്കാം. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1563 കൂനൻ കുരിശു സത്യം. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരീസ് തുറമുഖം അപ്രത്യക്ഷമാകുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇതിൽ ശരി ആയത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു ശരിയാണ്. 788 ശങ്കരാചാര്യർ ജനിച്ചു ശരിയാണ്. 788. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു ശരിയാണ്. കൂനൻ കുരിശു സത്യം എന്നാണ് നടന്നത്? കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653 1683. 1653. അടുത്ത ചോദ്യം. 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളി. മോയിൻകുട്ടി വൈദ്യ സ്മാരകം കൊണ്ടാട്ടിയിൽ സ്ഥാപിതമായി. മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിതമായി. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 4. മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിതമായി എന്ന് പറഞ്ഞിരിക്കുന്നു. മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെമ്പുകാവിലാണ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി ശരിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളി ശരിയാണ്. മോയിൻകുട്ടി വൈദ്യ സ്മാരകം കൊണ്ടോട്ടിയിൽ സ്ഥാപിതമായി ശരിയാണ്. അടുത്ത ചോദ്യം. കുളച്ചൽ യുദ്ധം, കർണാട്ടിക് യുദ്ധങ്ങൾ, കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങൾ, ആറ്റിങ്ങൽ കലാപം. മുകളിൽ പറഞ്ഞവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 മാത്രമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം. കുളച്ചൽ യുദ്ധം നടന്നത് ഡച്ചുകാർക്കെതിരെയാണ്. കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസ് മേധാവിത്വത്തിനെതിരെയാണ് സമരം ചെയ്തത്. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നത്. അടുത്ത ചോദ്യം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അഗസ്തീശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. മുകളിൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു ശരിയാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്നു അഗസ്തീശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു എന്നത്. കേരളത്തോട് കൂട്ടിച്ചേർത്തത് കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകളാണ്. നീലിമ എന്നറിയപ്പെടുന്നത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? നീലിമ. ഓപ്ഷൻ സി ആണ് ഉത്തരം. വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം വഴുതനയാണ്. നീലിമ വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം വഴുതന. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഓർഗൺ ഓഫ് കോർട്ടിസോളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓർഗൺ ഓഫ് കോർട്ടിസോൾ.
ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉം ശരിയാണ്. 2, 4 എന്നിവ ശരിയാണ്. ബേസില സ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടത്. കേൾവിക്ക് കാരണമായ നാഡീആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. അടുത്ത ചോദ്യം. ഒരു കാർഷിക വിള ഇനമായ സൊണാലികയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു. പ്രത്യുൽപാദന ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുമുള്ള നെല്ലിനമാണ്. പ്രത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ്. പ്രത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുമുള്ള ഇനം ചോളമാണ്. സൊണാലിക എന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രസ്താവന 2 മാത്രം ശരി. പ്രത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ് സൊണാലിക. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3 ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? ബന്ധമില്ലാത്ത പ്രസ്താവന തന്നിരിക്കുന്നു. തുമ്പയിൽ നിന്ന് വിക്ഷേപണം നടത്തി, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം നടത്തി, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ചന്ദ്രയാൻ 3 ബന്ധം ഇല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ്. വിക്ഷേപണം നടത്തിയത് എവിടെ നിന്നുമാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ശരിയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ആരാധന നടത്തുന്നതിനും വേണ്ടിയായിരുന്നു. വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു. വൈക്കം സത്യാഗ്രഹം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 2, 3 എന്നിവ ശരിയാണ്. വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. പിന്തുണ നൽകാനായിട്ട് മഹാത്മാഗാന്ധി എത്തിയിരുന്നു. 2ഉം ശരിയാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയാണ്. പമ്പ നദി ബാരീസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉമാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ശരിയാണ്. പമ്പ നദി ബാരീസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്. ശരിയാണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത് പുഴയാണ്? ബേപ്പൂർ പുഴ. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നത്. ഈ 60 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് SSCRT ബുക്കിൽ നിന്നും അതുപോലെ PSC ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്